തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങിയ സംഭവത്തിൽ അന്വേഷണത്തിന് 4-അംഗ സമിതിയെ രൂപീകരിച്ചിരിക്കുന്നു. പരാതിക്കാസ്പദമായ എല്ലാ വിഷയങ്ങളിലും സമഗ്ര അന്വേഷണം നടത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. പ്രതീഷ്, നേരത്തെ തന്നെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയതാണ് ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാകും എന്ന്. ആ രീതിയിൽ ഇപ്പോൾ ഒരു സമിതിയെ തന്നെ നിയോഗിച്ചിരിക്കുന്നു. ആരൊക്കെയാണ് ഈ സമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് അന്വേഷണ നിർദ്ദേശങ്ങൾ? പ്രജിൻ, ഉപകരണങ്ങളില്ലാത്തതിന്റെ പേരിൽ ശസ്ത്രക്രിയ മുടങ്ങുന്നുവെന്ന് മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ആണ് സാമൂഹിക മാധ്യമം വഴി തുറന്നു പറഞ്ഞത്. ഈ തുറന്നു പറച്ചിലിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഒരു 4-അംഗ സമിതിയെ പരാതികൾ പരിശോധിക്കാൻ നിയമിക്കുമെന്ന് നേരത്തെ തന്നെ നമ്മൾ വാർത്ത നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ഈ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ശുപാർശ പരിഗണിച്ച് അതൊരു ഉത്തരവായി തന്നെ സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 4 വിദഗ്ധ അംഗങ്ങളാണ് ഈ സമിതിയിലുള്ളത്. ഡോക്ടർ പത്മകുമാർ ഈ മെഡിക്കൽ കോളേജ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളാണ് അദ്ദേഹം. അതിനു പുറമെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ TK, ഒപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ തന്നെ യൂറോളജി വിഭാഗം നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ഗോമതി S, ഇതിനൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ രാജീവൻ എന്നിവരാണ് ഈ 4-അംഗ സമിതിയിലുള്ളത്. ഈ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച പരാതികളുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്താനാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിലാണ് ഈ ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളുമായി പങ്കുവച്ച വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ 4-അംഗ സമിതിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുക. അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് നൽകണമെന്നതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഒരു കാലാവധി പറഞ്ഞിട്ടില്ല. എത്രയും വേഗം റിപ്പോർട്ട് നൽകണമെന്നൊരു നിർദ്ദേശമാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലിൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ആ പരാതികളിലും ആരോപണങ്ങളിലും കൃത്യമായി ഒരു അന്വേഷണം നടക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.